ഹായ് ഫ്രണ്ട്സ്, ഡൽഹി ബാക്ക് ടാക്സി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 8 ചൊവ്വാഴ്ചയാണ്. ഞാനിപ്പോൾ മോത്തി ബാഗിലാണുള്ളത്. മോത്തി ബാഗ് റിപ്പബ്ലിക് ഓഫ് തുർക്കിയുടെ മുൻപിലാണുള്ളത്. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് രാവിലെ ഊബർ ലോഗിൻ ചെയ്തു. ഞാൻ തമ്പനയിൽ കൊടുത്ത പോലെ നമ്മൾ ബാക്ക് ടാക്സി വ്ളോഗ് നിർത്താൻ പോവാണ് ഗൈസ്. എൻ്റെ ഇതുവരെയുള്ള സബ്സ്ക്രൈബർ മൊത്തം ബാക്ക് ടാക്സി വ്ളോഗ് കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തതാണ്. പക്ഷെങ്കിൽ ബാക്ക് ടാക്സി വ്ളോഗ് ഇനി ഡെയിലി ചെയ്യാൻ പറ്റുന്നൊരു പണിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാനിതൊരു പ്രൊഫഷനായിട്ട് എടുത്തിട്ടില്ല. ഞാനൊരു പാർട്ട് ടൈം വർക്ക് മാത്രമായിട്ടാണ് ഇതെടുത്തത്. ആ കൂട്ടത്തിൽ ഞാനൊരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. കാരണം ബാക്ക് ടാക്സി വ്ളോഗ് മലയാളത്തിൽ ആരും ചെയ്തിട്ടില്ലായിരുന്നു, ആരും ചെയ്ത് കണ്ടിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ഞാൻ ഈ ബാക്ക് ടാക്സി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. ഞാനിപ്പോൾ ഇത് നിർത്തുന്ന 1-2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് ഡെയിലി 8 മണിക്കൂർ വെച്ച് 7 ദിവസം കണ്ടിന്യൂ വർക്ക് ചെയ്യുന്നത് ഭയങ്കര പാടാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ 3-4 മാസമായിട്ട് കണ്ടിന്യൂ വർക്ക് ചെയ്തിട്ട് എനിക്ക് നടുവേദന അടിച്ചു. നടുവേദന അടിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം വണ്ടി ഇരിക്കുമ്പോൾ ഒരു നടുവേദന ഉണ്ടാകുമല്ലോ. അപ്പോൾ അത് മാറാൻ വേണ്ടി ഞാൻ എക്സസൈസ് ചെയ്തതാണ്. അപ്പോൾ നടുവെട്ടി, അങ്ങനെ നടുവേദനയായി. വസന്ത് വെച്ച് ഓട്ടം കിട്ടി. ഹിമാൻഷു ട്രിപ്പ് കിട്ടി നമുക്ക്. ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചു. പിന്നെ രണ്ടാമത്തെ കാര്യം, വണ്ടിക്ക് പണി കിട്ടി. എന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടി ഇപ്പം 2019 ഫെബ്രുവരി മുകളിൽ വണ്ടിയാണ്. ഞാനപ്പോൾ ആദ്യം ഇവിടെ ഫീൽഡ് വർക്കിലായിരുന്നു. അപ്പം അതിനു വേണ്ടി എടുത്ത വണ്ടി 2019. അങ്ങനെ കുറേ ദൂരം വണ്ടി ഓടി. അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം 2021 മുതൽ ബാക്ക് ടാക്സി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഇപ്പം മൊത്തം 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മൊത്തം വണ്ടി. അപ്പോൾ അതിന് ഇതിനിടയ്ക്ക് 2 എൻജിൻ പണിയുമായി. ഇനി ഇത് ഡെയിലി 150 കിലോമീറ്റർ വെച്ച് ഓടി മുതലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്കും വയസ്സായി, വണ്ടിക്കും വയസ്സായി എന്ന് പറഞ്ഞ പോലെ. ഹിമാൻഷു ഇവിടെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ നിന്നാണ്, മോത്തി ബാഗ് മെട്രോ സ്റ്റേഷനിൽ നിന്നാണ്. ഹിമാൻഷു ഇവിടെയാണ് കാണിക്കുന്ന ലൊക്കേഷൻ. ഇവൻ തള്ളിക്കൊണ്ട് വരുന്നുണ്ട് പുറമോട്ട്. ഇതാണോ? 7740. ഞാൻ ഇവര് ഹിന്ദിയിൽ ഇത് പറയുമ്പം ഒരു സെക്കൻഡ് ഇത് ആലോചിക്കും ഇത് എത്രയാന്ന്. അപ്പോൾ അവർ ഇംഗ്ലീഷിൽ പറഞ്ഞു തരും. സതത്തർ 7740. ഓ, ഇവൻ്റെ അലൈവിലും ഉണ്ടോ? ऐसे बाहर कैसे, ऐसे पीछे से? അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു. 58 രൂപയാണ് നമുക്ക് കിട്ടിയ ഫസ്റ്റ് ട്രിപ്പിന്. മാരുതി സുസുക്കിയുടെ ഷോറൂമാണ് കേട്ടോ. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത്, വണ്ടിക്ക് പണിയായി, വണ്ടിയുടെ പരിപ്പളകിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂ ഇനി ഇപ്പം 2ാമത്തെ എൻജിൻ പണി കഴിഞ്ഞു. ഇനി ഇതുപോലെ ഡെയിലി കണ്ടിന്യൂ 100 കിലോമീറ്റർ വെച്ച് നമ്മൾ കണ്ടിന്യൂ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 30,000 കിലോമീറ്റർ അകത്ത് അടുത്ത എൻജിൻ പണി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം തന്നെ ഈ ടൈമർ ചെയ്യുന്ന സൗണ്ട് തുടങ്ങി. ഇപ്പം തന്നെ ടൈമർ ചെയ്യുന്ന സൗണ്ട് തുടങ്ങി, കേട്ടില്ലേ? സൗണ്ട് കേട്ടോ.
അതുകൊണ്ട് ഇനി എത്ര നാൾ ബാക്ക് ടാക്സി ഓടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ ഒറ്റയടിക്ക് ബാക്ക് ടാക്സി നിർത്തുന്നില്ല, കണ്ടിന്യൂ ഉള്ള ഓട്ടം നിർത്തുക. പിന്നെ ബാക്ക് ടാക്സി നിർത്താനുള്ള അടുത്ത കാരണം ഇവരുടെ റേറ്റാണ്. നമുക്ക് മുതലാകത്തൊക്കെ റേറ്റ് കിട്ടുന്നില്ല. നമുക്കൊരു 10 രൂപ വെച്ച് മിനിമം കിലോമീറ്ററിന് കിട്ടിയാലേ നമുക്ക് മുതലാകത്തുള്ളൂ. പിന്നെ ഞാൻ ലോങ് റൂട്ടും എടുക്കാറില്ല, ഞാൻ എൻ്റെ ഒരു ഏരിയയിൽ മാത്രം കിടന്ന് ഓടുന്നു. മൂന്നീർക്കാന്ന് ബിക്കാജി ഗാമ പ്ലേസിന് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ലോറിക്കാർ വരെ എന്നോട് സൈഡ് സ്റ്റാൻഡ് സൂപ്പർ ചെയ്യാൻ പറയുന്നത്. എനിക്ക് എപ്പോഴും പറ്റുന്നൊരവസ്ഥ ഈ സൈഡ് സ്റ്റാൻഡ് നൂർത്ത് വെച്ചിട്ട് വണ്ടി ഓടിക്കുന്നത്. കാരണം ഇതിൽ ഇൻഡിക്കേഷൻ ഉണ്ട്, സൈഡ് സ്റ്റാൻഡ് ഓപ്പൺ ആയിരുന്നാൽ ഇൻഡിക്കേഷൻ കത്തും. പക്ഷേ ഈ മൊബൈൽ ഹോൾഡർ വെച്ചേക്കുന്നതുകൊണ്ട് ആ ഇൻഡിക്കേഷൻ കാണാൻ പറ്റത്തില്ല. അത് കാരണം എപ്പോഴും ഞാൻ മറന്നു പോകും. സൈഡ് സ്റ്റാൻഡ് ഓപ്പണിൽ വെച്ച് ഓടിച്ച് എപ്പോഴേലും പണി കിട്ടും. പിന്നെ നമ്മൾ ചാനൽ തുടങ്ങിയത് ബാക്ക് ടാക്സി മാത്രമായിട്ട് ഒതുങ്ങാൻ വേണ്ടിയല്ല, ഞങ്ങൾ ട്രിപ്പ് പോകാൻ വേണ്ടിയാണ് ചാനൽ തുടങ്ങിയത്. അപ്പം സെപ്റ്റംബറിലേക്ക് പുതിയൊരു വണ്ടി എടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. പുതിയൊരു വണ്ടി എടുത്തതിന് ശേഷം നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ബൈക്ക് ടാക്സി വ്ളോഗ് കൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വീണ്ടും ഉണ്ടാകണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുമ്പോട്ടുള്ള പ്രചോദനം. ബാക്ക് ടാക്സിയിൽ ഒരു 10 രൂപ വെച്ച് മിനിമം കിലോമീറ്റർ കിട്ടുവാണെങ്കിലുണ്ടല്ലോ നമുക്ക് ലാഭമാണ്. ഇതിപ്പം വണ്ടിയുടെ പണിയും പെട്രോൾ കോസ്റ്റും എല്ലാം കൂടെ ആകുമ്പോഴല്ലോ നമുക്ക് മുതലാവത്തില്ല. പിന്നെ ഈ ചൂടത്തും തണുപ്പത്തും റോഡിലെ പൊടിയും പൊല്യൂഷനും അടിച്ച് വണ്ടി ഓടിച്ചിട്ട് ഒന്നും മിച്ചമില്ലെങ്കിൽ പിന്നെ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് കാര്യമില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ പാർട്ട് ടൈമായിട്ട് ചെയ്യാൻ പറ്റിയൊരു പണിയാണിത്. ഡെയിലി ഒരു 4 മണിക്കൂർ വർക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് 400 രൂപ എടുക്കാം. പാൽ ഡയറി എന്നാണ് നെക്സ്റ്റ് ട്രിപ്പ്. ഈ ഗള്ളിയാണോ അത് അപ്പുറമാണ്? ഈ ഗള്ളി എന്നാണ്, ഈ ഗള്ളിക്കകത്ത. ഇതിൻ്റെ ഉള്ളിലെങ്ങാണ്ടാണ് കാണിക്കുന്നത്. നമുക്ക് പാൽ ഡയറി തന്നെ പോയി നിൽക്കാം. ഡാറ്റ കോൾ വിളിക്കുന്നവന് റേഞ്ചില്ലെന്ന് തോന്നുന്നു ഇതിനകത്ത്. ഹലോ, SBI वाली. हाँ हाँ थ्री 3103. അങ്ങനെ 42 രൂപയുടെ അടുത്ത ട്രിപ്പ് എടുത്ത് നമ്മൾ ബിക്കാജി ഗാമ ഗെയിൽ ഭവനിലെത്തി. അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ 111 രൂപയ്ക്ക് ഓടി. ചൂട് കൂടി കേട്ടോ. ഇപ്പം 39 ഡിഗ്രി ആയിരുന്നു ഇന്നലത്തെ ചൂട്. 10 മണിയായപ്പോഴത്തേന് കട്ട വെയിലായിരുന്നു. യൂസഫ് സറായിക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി. പ്രിയ 2.1 കിലോമീറ്റർ ഉണ്ട്, 7 മിനിറ്റ് പിക്കപ്പിന്. ഓ, ഈ വണ്ടിയുടെ കോലം കണ്ടോ, ഒരു സൈഡ് ചരിഞ്ഞാ പോകുന്നത്. കണ്ടം ചെയ്യാറായ വണ്ടി കേട്ടോ ഓടിക്കുന്നത്. നമ്മുടെ പാസഞ്ചർ ഇവിടെ വെയിറ്റിങ്ങിലാണ്.
बैठे यहाँ पे गेट खुला है क्या? गेट नहीं खुला होगा, आगे से ही करना पड़ेगा, बट रास्ता है। चलो അങ്ങനെ നമ്മൾ അടുത്ത ട്രിപ്പ് എടുത്ത് നേരെ യൂസഫ് സറായിലെത്തി. ₹65 ഈ ഒരു ട്രിപ്പിന് നമുക്ക് കിട്ടിയത്. ഗ്രീൻ പാർക്ക് മെട്രോ സ്റ്റേഷൻ ഗേറ്റ് നമ്പർ 2 ആണിത്. ഇനി നമ്മൾ നേരെ നേപ്സറായി സൈഡിലേക്ക് പോവുകയാണ്. അപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ 170 രൂപയ്ക്ക് ഓടിയത് വരെ. ഞാൻ ഈ ഒരു ചാനലല്ലാതെ ഞാൻ വേറെ 1-2 ചാനലിലൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിലേക്ക് വീഡിയോ ഇടാൻ വേണ്ടി രാവിലത്തെ ഓട്ടം 2 മണിക്കൂർ ഓട്ടം കഴിഞ്ഞിട്ട് നേരെ പോയി അതിൽ വീഡിയോ ഇട്ടിട്ട് ഇനി നമ്മൾ വൈകിട്ട് ഇറങ്ങും. വൈകിട്ട് ഒരു 4 മണിക്ക് ഇറങ്ങിയിട്ട് ഒരു 10 മണി വരെ ഓടാമെന്ന് വിചാരിക്കുന്നു. കാരണം ഒറ്റ സ്ട്രെച്ചിൽ തന്നെ വണ്ടി ഒത്തിരി നേരം ഓടിച്ചു കഴിഞ്ഞാണല്ലോ നമുക്ക് നടുവിനും പ്രശ്നമാണ്, വണ്ടിക്കും പ്രശ്നമാണ്. ഇപ്പോൾ ഈ ചൂടായപ്പോൾ കഴിയുമ്പോഴത്തേന് വണ്ടി എഞ്ചിൻ ഭയങ്കരമായിട്ട് ചൂടാവും. കണ്ടിന്യൂ കിടന്ന് ഓടാൻ പറ്റത്തില്ല. തണുപ്പ് സമയത്തെ കൂടെ കണ്ടിന്യൂ കിടന്ന് ഓടാൻ പറ്റത്തില്ല. പുത്തൻ വണ്ടിയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഇത്ര ഓടിയില്ലേ വണ്ടി ഇത്രയും ഓടി അലഞ്ഞില്ലേ, അതിൻ്റെയാണ്. അതുകൊണ്ടാണ്. പുത്തൻ വണ്ടിയൊക്കെ ആണെങ്കിൽ ഒരു 1,00,000 കിലോമീറ്റർ വരെ നമുക്ക് ഓടിക്കാം, സുഖമായിട്ട് ഓടിക്കാം. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ബാക്ക് ടാക്സി നിർത്തുന്നില്ല. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ബാക്ക് ടാക്സി കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ ബാക്ക് ടാക്സി പൂർണ്ണമായിട്ട് നിർത്തുന്നില്ല. കൂട്ടത്തിൽ കുറച്ച് ഡൽഹി കാഴ്ചകളോടെ കാണിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മോർണിംഗിലെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തണം. നമുക്ക് ഈവനിങ്ങിലെ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.